മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ വികാരത്തിന് അടിമപ്പെട്ട് നമ്മുടെ പൈതൃകത്തിന് വേണ്ടി വാദിക്കുകയോ പൈതൃകത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ നമ്മുടെ നാട്ടിലോ പുറത്തോ എവിടെയാണെങ്കിലും അങ്ങനെ ചെയ്യരുത്. ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ചൈനയിൽ പോയപ്പോൾ അവിടെ കേട്ട ഒരു വാർത്ത, ചൈനയിൽ യാത്ര ചെയ്യുന്ന ഒരു തമിഴനും ഹിന്ദിക്കാരനും ഈ തമിഴനെ സ്വീകരിക്കാനാണ് ഹിന്ദിക്കാരൻ എയർപോർട്ടിൽ വന്നത്. കാറിൽ അവര് ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ തമിഴൻ വളരെ ശക്തമായ രീതിയിൽ ചൈനീസ് ഗവൺമെന്റിനെതിരെ വാദിക്കുന്നുണ്ടായിരുന്നു. ഡെമോക്രസി, കമ്മ്യൂണിസം, ഓട്ടോക്രസി ഇതിനെക്കുറിച്ച് വാദിക്കുന്നുണ്ടായിരുന്നു. ആ കാർ ഒരു 10-20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് നേരെ കയറ്റിയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ആ തമിഴനെ അവിടെ ഇറക്കി ആ കാറ് പൊക്കോളാനും പറഞ്ഞു. ഇത് ഞാൻ കണ്ടതല്ല, കേട്ടതാണ്. നമ്മളെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. ഇന്ന് കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിലും പലപ്പോഴും അയ്യപ്പൻ പാട്ടും, ഇനി കർക്കിടക മാസം വരാൻ പോകുന്നു, കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും ഗണപതി ഹോമവും പൂജയും ഭജനയും ഇതെല്ലാം ആ നാട്ടിലെ നിയമാവലിക്ക് എതിരായിട്ട് വെല്ലുവിളിക്കുന്ന രീതിയിൽ, ചങ്കൂറ്റം കാണിക്കാനാണെന്ന രീതിയിൽ ധാരാളം ഹിന്ദുക്കൾ ചെയ്യാറുണ്ട്. അത് ഒരു കാരണവശാലും ധീരതയുടെയോ നമ്മുടെ പൈതൃകത്തോടുള്ള അമിത ബഹുമാനത്തിൻ്റെയോ പ്രദർശനമായിട്ട് കാണരുത്. എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ ആൾക്കാരുണ്ടാവില്ല. ഇനി തിരിഞ്ഞു നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അയാൾ കൂടി നോട്ടപ്പുള്ളിയാവുന്ന ഒരവസ്ഥയാവും. ഞാനൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ പോയിരുന്നു. അവിടെ ഇന്ത്യൻ അംബാസിഡർ, ഇന്ത്യൻ കൗൺസിൽ ജനറൽ CG അവരാണ് പലപ്പോഴും എൻ്റെ വരവിന് പ്രോഗ്രാമുകൾ ചാർട്ട് ഔട്ട് ചെയ്യുന്നതിനും സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ലെറ്റർ എഴുതുന്നതൊക്കെ ഇന്ത്യൻ അംബാസിഡറാണ്. ഞാൻ ഇന്ത്യൻ എംബസി നമുക്ക് വളരെ റീസണബിൾ പൈസയ്ക്ക് തരികയും ചെയ്യും. അഡീഷണൽ കസേര ഇടാനും പലപ്പോഴും പെർമിഷൻ തരാറുണ്ട്. നമ്മളവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാനവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ അവരോട് ചോദിച്ചു, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഈ നമ്മുടെ ധനുഷ്കോടിയിൽ നിന്ന് ലങ്കയിലേക്കുള്ള രാമർ ബ്രിഡ്ജ്, ആ ശ്രീരാമ സേതു നാസായിലെ ചിത്രം വന്നത്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലെയും വിദേശത്തെയും കപ്പലുകൾ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്ക് ഈ ബ്രിഡ്ജിന്റെ കുറച്ച് ഭാഗം പൊട്ടിച്ചാൽ കപ്പലുകൾക്ക് എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കും എന്നൊരു ചർച്ചയും കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. BJP അതിനെ ശക്തമായിട്ട് എതിർക്കുകയും RSSകാർ രാമർ ബ്രിഡ്ജിനെ സംരക്ഷിക്കണം, അതൊരു കാരണവശാലും പൊട്ടിക്കരുതെന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിനെതിരെ പ്രതിഷേധിക്കുകയും ധർണ നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന കാലം, കരുണാനിധി അത് പൊട്ടിച്ചാൽ എന്ത്, പൊട്ടിച്ചില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ചോദ്യം ദുബായിൽ എൻ്റെ അടുത്ത് കൗൺസിൽ ജനറൽ ഓഫീസിൽ എംബസി ഹാളിൽ എൻ്റെ അടുത്ത് ചോദ്യം വരുന്നത്. ഞാനവിടെ പറയേണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ ചില പ്രശ്നങ്ങൾ വിദേശത്തെ മണ്ണിൽ വന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും ഇത് പൊളിക്കണമെന്ന് പറഞ്ഞാലും പൊളിക്കണ്ട എന്ന് പറഞ്ഞാലും 2 തരം അഭിപ്രായമുള്ളവർ ഇതിനകത്ത് ഉണ്ടാവും. എന്നിട്ട് നമ്മളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. അത് ഇവിടെ വെച്ച് വേണ്ട, നമ്മുടെ നാട്ടിൽ വെച്ച് ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ പറയേണ്ടായി. പിന്നെയും കുറേ പേര് വീണ്ടും അതേ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിന് യാതൊരു വിധത്തിലും ഞാൻ ഉത്തരം പറയില്ല. ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ സയന്റിസ്റ്റ് എന്ന നിലയിൽ, CSIRലെ സീനിയർ സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ സയന്റിഫിക് ആയിട്ട് ഇത് പൊളിച്ചാൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും നിർബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനതിന് ഉത്തരം നൽകിയില്ലെങ്കിൽ ഒളിച്ചോടലായിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം സയന്റിഫിക്കലി പറയാം, ഈ 10-20 മൈൽ അല്ലെങ്കിൽ കിലോമീറ്റർ ദൂരമുള്ള ഈ ബ്രിഡ്ജിലെ
ഒരു 100 മീറ്റർ പൊളിച്ചാൽ 100 മീറ്റർ പൊളിച്ചാൽ പനാമ കനാല് സൂയസ് കനാല് പോലെ പൊളിച്ചാൽ ഈ ശ്രീലങ്ക ചുറ്റി ഭാരതത്തിലെ കപ്പലുകൾ അപ്പുറത്ത് കൂടെ തമിഴ്നാട്ടിലേക്കും അല്ലെങ്കിൽ തൂത്തുക്കുടിയിലേക്കും വിശാഖപട്ടണത്തിലേക്കും കൽക്കട്ടയിലേക്കും ഒക്കെ കറങ്ങി തിരിഞ്ഞു പോകുന്നതിന് പകരം ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ 10,000-ഓളം കിലോമീറ്റർ സേവിങ് ഉണ്ട്, ഡീസലിൻ്റെ സേവിങ് ഉണ്ട്, ടൈം സേവിങ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മളുടെ സമുദ്രാതിർത്തി ആയത് കാരണം നമുക്ക് കുറച്ച് ടാക്സ് വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ ആ 100 മീറ്റർ പൊളിച്ച ഭാഗത്തൂടെ കപ്പൽ പോകുമ്പോൾ ആ ശ്രീരാമനെ ഓർമ്മിക്കണം, സ്റ്റാൻഡർഡീസ് ആയിട്ട് നിൽക്കണം, അറ്റൻഷനായിട്ട് നിൽക്കണം, സ്റ്റാൻഡർഡീസ് അല്ല അറ്റൻഷനായിട്ട് നിൽക്കണം എന്ന് വേണമെങ്കിൽ നിർദ്ദേശിക്കുകയും ചെയ്യാം. അത് പ്രത്യേകിച്ച് നേവിയോട് നിർദ്ദേശിക്കാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 100 മീറ്റർ പൊളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ഭംഗിയായിട്ട് സ്മരണയോടുകൂടി നിർത്താൻ സാധിക്കുന്ന ഒരു അഡീഷണൽ പോയിന്റാണെന്ന് പറഞ്ഞു. അതിനകത്ത് വളരെയധികം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അന്ന് വൈകുന്നേരം കുറേ ആൾക്കാർ, പ്രത്യേകിച്ച് RSSകാര് ശക്തമായിട്ട് ഞാൻ പറഞ്ഞതിനെതിരെ ഇമെയിൽ അയച്ചു. എനിക്ക് ഇമെയിൽ കിട്ടി. ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഹിന്ദുക്കളുടെ പൈസ വാങ്ങിച്ച് ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങളെ ഇനി ഈ മണ്ണിലെ കാലുകുത്താൻ അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല, നിങ്ങളുടെ എല്ലാ പരിപാടികളും ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ വൈറൽ ആവുന്ന മാതിരി, അന്ന് പിന്നെ വൈറൽ പരിപാടി ഇല്ല, വൈറൽ ആവുന്ന മാതിരി സംഘത്തിലെ ആൾക്കാർ മിഡിൽ ഈസ്റ്റ് മുഴുവനും, ദുബായിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് മുഴുവനും അത് പ്രചരിപ്പിച്ചു. അതിൻ്റെ പ്രത്യാഘാതം വളരെ സന്തോഷകരമായിട്ട് കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ ഒരു ചുക്കും ചുണ്ടാമ്പും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. പിന്നീട് ഞാൻ ദുബായിലോ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ പോകുമ്പോൾ എൻ്റെ പരിപാടിയിൽ ഒരു കാരണവശാലും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് കുറേ അധികം ഇമെയിൽ അയക്കുകയും അത് പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞ് അയക്കുകയും പലരും എനിക്കെതിരെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അവിടുത്തെ ഓഫീസർമാരോട്. പക്ഷെ വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ സീനിയർ സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ അംബാസിഡറിന്റെ സപ്പോർട്ടും കൂടി എല്ലാ രാജ്യത്തിലും ഉണ്ടാവുന്നത് കൊണ്ട് അങ്ങനെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കഴിച്ചിട്ടാണ് വന്നിരുന്നത്. ഇത് കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും അയവിറക്കിയതല്ല, മറിച്ച് ഈ കോൺട്രാവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുകയോ നിർബന്ധപൂർവം പറയിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഭാരതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലെ വിദേശ രാജ്യത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് നമുക്ക് പറയാനുള്ളത് സത്യസന്ധമാണോ വസ്തുതാപരമാണോ ഇതൊന്നും അല്ല പ്രശ്നം, പറയുന്ന സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഊർജവും നമ്മുടെ അറിവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും ധന്യമായിട്ട് നമ്മുടെ ധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് ഉപയോഗിക്കുക. കോൺട്രാവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കഴിയുന്ന അത്രയും. ദുബായിൽ പണ്ട് ഞാൻ പോകുമ്പോൾ കാണാറുണ്ട് ചിലർ കാവി മുണ്ടുടുത്ത് റോട്ടിലൂടെ നടക്കാം, എന്നിട്ട് പോലീസ് പിടിക്കുമ്പോൾ 50 ദിർഹം 100 ദിർഹം ഫൈൻ ഇടിക്കും. ആ ഫൈൻ ഇടിച്ചത് പോലും അഭിമാനത്തോടു കൂടി ഞാൻ ഫൈൻ കൊടുത്തിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നതെന്ന് പറയാം. എന്തിനാ അതൊക്കെ ആ രാജ്യത്തിൽ ചെയ്യാൻ പോകുന്നത്? വീണ്ടും ഞാൻ പറയുന്നു, പഴയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, നല്ലോണം അനുഗ്രഹിക്കാറുണ്ട്. അവരുടെ എല്ലാവരുടെയും പരിപാടികളിൽ മുഖ്യ പ്രഭാഷണത്തിന് ഞാൻ പോകാറുമുണ്ട്. സന്തോഷമേ ഉള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ അത് പറയാൻ കാരണം ധാരാളം കോൺട്രാവേഴ്ഷ്യൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയിൽ അഫ്ഗാനിസ്ഥാനിൽ ഇറാനിലൊക്കെ പോയി വന്നപ്പോൾ അമിതമായ ആവേശം കൊണ്ട് ചില ഹിന്ദുക്കള് ഞങ്ങൾ നിങ്ങളെക്കാൾ വലിയവരാണ്, ഞങ്ങളുടെ ധർമ്മം നിങ്ങളെക്കാൾ മഹത്വമേറിയതാണെന്നുള്ള രീതിയിലൊക്കെ ആ മണ്ണിൽ പ്രവർത്തിക്കുകയോ പ്രതികരിക്കുകയോ പത്രസമ്മേളനങ്ങൾ നടത്തുകയോ അയ്യപ്പൻ പാട്ടോ രാമായണ മാസം ആചരിക്കുകയോ വിജയദശമി ആചരിക്കുകയോ സ്വാതന്ത്ര്യദിനം ആചരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കർക്കടകത്തിലെ കറുത്ത വാവിൻ്റെ പിതൃബലിയൊക്കെ നടത്തുകയോ ചെയ്യുമ്പോൾ അവിടുത്തെ നിയമത്തെ ലംഘിക്കാത്ത വിധത്തിലും അതൊരു ഷോ ആക്കി മാറ്റി പേരും പ്രസിദ്ധിയും പത്രത്തിലെ വാർത്തകളും വരാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം
അവിടുത്തെ നിയമത്തിനകത്തിരുന്നുകൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ ശരിക്കും കുറച്ച് കാരണങ്ങൾ ഒരാഴ്ചയായിട്ടുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാരണങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടി, അല്ലാണ്ട് എനിക്കെന്തെങ്കിലും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ആ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നമ്മുടെ പൈതൃകം ലോകം മുഴുവൻ എത്തിക്കാൻ പ്രവർത്തിക്കുന്നവർക്കൊന്നും സംഭവിക്കരുത് എന്ന സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.